മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഈ അപകടങ്ങൾ ആവർത്തിച്ചിട്ടും വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എങ്ങനെയാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാവുക? വഴിക്കടവിൽ വെള്ളക്കെട്ടിലിറങ്ങിയ വിദ്യാർത്ഥികൾ ഷോക്കേറ്റ് മരിക്കാനിടയായ വിവരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വനം വകുപ്പ് ഒരു കെണിയോ ഷോക്കേൽപ്പോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. ഇത് പ്രൈവറ്റ് സ്ഥലത്ത് പ്രൈവറ്റ് വ്യക്തി സ്ഥാപിച്ചതാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഒരു നിഗമനത്തിൽ എത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്നതിന് പകരം വസ്തുതകൾ പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വൈദ്യുതി വനംവകുപ്പിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണെന്ന് മാത്രമേ ഇപ്പം പ്രാഥമികമായി പറയാനുള്ളൂ. മിനിസ്റ്റർ, ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനാവുക എന്നുള്ളത് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമല്ലേ? ഇത് സ്ഥിരം ഒരു സംഭവമാണിത്. ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്. അത് ആരാണ് അവിടെ ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ വനം വകുപ്പ് അവിടുത്തെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വൈദ്യുതി വേലി സ്ഥാപിക്കുകയോ പന്നിക്കൂട് വെക്കുകയോ ചെയ്തിട്ടില്ല. ശരി മിനിസ്റ്റർ, വിവരങ്ങൾ നൽകിയതിന്